അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിലേക്ക് നമ്മുടെ രാജ്യം കടക്കുകയാണ്. 50-ാം വാർഷികം CPM രാജ്യത്തെമ്പാടും ജനാധിപത്യ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കാൻ പോവുകയാണ്. അത്തരം പരിപാടിയിൽ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ അതിൽ ഒരു RSSകാരൻ പോലും ഉണ്ടാവില്ല. ഇതാണ് CPMന്റെ നിലപാട്. എന്തുകൊണ്ടാണ് അന്ന് അടിയന്തരാവസ്ഥക്കെതിരായി അതിനിരയായി തീർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റു സംഘടനകളുടെയും പ്രതികളെ ഉൾക്കൊള്ളുന്നതിൽ RSS ഒഴിച്ചുള്ള മറ്റുള്ളവരെ മാത്രമേ ഞങ്ങൾ ഉൾക്കൊള്ളൂ എന്നൊരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നത്? RSSനെ വർഗീയവാദികളായും അവരിവിടെ വർഗീയവാദം നടപ്പാക്കുന്നവരായും ചിത്രീകരിക്കുന്ന ഒരു അഭിമുഖത്തിന്റെ ഒരറ്റത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലടയ്ക്കപ്പെട്ട വിഭാഗങ്ങളിൽ RSSും ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അതിനെതിരായ പോരാട്ടം ഒരുമിച്ച് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അത് ജയിലറകൾ ഭേദിക്കുക എന്ന അക്കാലത്തെ ജനാധിപത്യപരമായ ഒരു ആവശ്യത്തിന്റെ പ്രശ്നം മാത്രമാണ്. ആ ചരിത്ര സന്ദർഭത്തെ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സഖ്യത്തിലേക്ക് UDFും BJP എത്തിച്ചേർന്നപ്പോൾ അവരെ അതിലേക്ക് കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ദുരുദ്ദേശപരമാണ്. കോൺഗ്രസ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഏറ്റവും തെറ്റായ കാര്യം നിർവഹിച്ചു. ഇപ്പൊ ഇതാ മതരാഷ്ട്രീയത്തെ അവർ പിന്തുണയ്ക്കുന്നു. അതിൽ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രീയത്തെ പിന്തുണച്ചുകൊണ്ട് BJP അവർ ശക്തിപ്പെടുത്തുകയാണ് എന്ന വർത്തമാനകാല രാഷ്ട്രീയത്തെ മറയ്ക്കാൻ ശ്രമിക്കുന്നു. ഇതിനെല്ലാം ഈ ഒരു അഭിമുഖത്തിൽ ഒരു വരിയെടുത്ത് ഉപയോഗിക്കാമെന്നാണോ? ആ വരിയോടെല്ലാം ആ അഭിമുഖത്തോട് പൂർണ്ണമായും കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്ററുടെ ആ അഭിമുഖ സംഭാഷണത്തിലെ മുഴുവൻ വരികളോടും അതിന്റെ ആശയത്തോടും കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ. അങ്ങനെ യോജിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ സംവദിക്കാം. ആ അഭിമുഖത്തിലെ അപ്പുറം ഇപ്പുറം വെട്ടിമാറ്റിയിട്ട് അതിൽ ഒരു വരി മാത്രം എടുത്തിട്ട് അതാണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരോട് സഹകരിപ്പിക്കാതെ മാർഗമില്ല. ഇന്നിപ്പോ തിരുവനന്തപുരത്ത് കേന്ദ്ര പദ്ധതിയായ ആശാ വിഷയത്തിനകത്ത് BJPയുമായി ഒന്നിച്ച് വേദി പങ്കിട്ട് സമരത്തിന് ഉദ്ഘാടനം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവാണ്. നാണമില്ലേ കോൺഗ്രസിന്, പ്രതിപക്ഷ നേതാവിന്? യഥാർത്ഥത്തിൽ ആശാമാരുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടതും അവർക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടതും കേന്ദ്രമല്ലേ? അത് വർദ്ധിപ്പിക്കാവുന്ന പാർലമെന്റിൽ എത്തിയ പറഞ്ഞിട്ടുള്ള മന്ത്രി ഒളിച്ചുപോയില്ലേ? അതൊക്കെ ഇപ്പോൾ